മലയാളികളുടെ ഫേവറേറ്റ് ഡിഷാണ് കേരള പറാട്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കേരള പറാട്ട എങ്ങനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. കേരള പൊറോട്ട വീട്ടിലുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ എടുക്കുന്നത് 3 കപ്പ് മൈദയാണ്. ഇത് 250 ml കപ്പാണ്. അപ്പോൾ അതിൽ 3 കപ്പ് എടുക്കാം. അപ്പോൾ എപ്പോഴും മൈദ എടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് എയറേറ്റ് ചെയ്ത ശേഷം എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കപ്പിൽ വീഴുന്ന ക്വാണ്ടിറ്റി കറക്റ്റ് ആയിരിക്കും. ഒരു കപ്പിൽ കൊള്ളുന്നത് 120 grams ആയിരിക്കും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ. ലെവൽ ചെയ്യുക. ഇതിപ്പോൾ മെഷർ ചെയ്ത് നോക്കിയാൽ 120 gram ആയിരിക്കും ഒരു കപ്പ്. മൂന്ന് കപ്പ് മൈദ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് ചെറിയ മധുരത്തിനും മാത്രമല്ല നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാനും കൂടിയിട്ടാണ്. പിന്നെ ഒരു ക്രിസ്പ് ടെക്സ്ചർ കിട്ടാനായിട്ടും പഞ്ചസാര ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ഈ 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ്, അതിന് പകരം നെയ്യ് വേണേലും ഉപയോഗിക്കാം. 2 ടീസ്പൂൺ ഓയിൽ. അപ്പോൾ ഈ ഓയിൽ മൈദയിലേക്ക് നന്നായിട്ട് മിക്സും ചെയ്യും, റബ്ബ് ചെയ്ത് ചേർക്കുക, തിരുമ്മി ചേർക്കുക. നടുക്കൊരു ഡിപ്പ് ഉണ്ടാക്കുക. ഇവിടേക്ക് വെള്ളം ചേർക്കണം. ഞാൻ ഈ സെയിം മെഷറിംഗ് കപ്പിലേക്ക് തന്നെ വെള്ളം എടുക്കുകയാണ്. വെള്ളം ഗ്രാജുവലി ചേർക്കാം. നമ്മൾ സാറിന് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു അയന പരുവത്തിൽ വേണം പൊറോട്ടയ്ക്ക് ഉണ്ടാക്കാൻ. ഞാൻ ഈ കപ്പ് നിറച്ചാണ് വെള്ളം എടുത്തത്. നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇപ്പം നോക്കിയാൽ ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കിയുണ്ടാവും. ബാക്കി വെള്ളം മുഴുക്ക നമ്മൾ ഉപയോഗിച്ചു. 1 കപ്പ് അപ് ടു ദി ബ്രിം എടുക്കണം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെയും മാവിൻ്റെയും റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മൈദ എടുക്കുമ്പോൾ ചില ബ്രാൻഡ് മൈദയ്ക്കൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം വേണ്ടി വരും. എപ്പോഴും ഓർക്കുക ചപ്പാത്തിയെക്കാട്ടിലും ഇച്ചിരി അയഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിൽ എടുക്കുക. അപ്പോൾ കണ്ട ഇതേപോലെ സ്റ്റിക്കി ഡോ ആയിട്ടാണ് കിട്ടുക. ഈ ഒരു പരുവത്തിന് വേണം ആദ്യം കിട്ടാനായിട്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കയ്യിലൊട്ടാത്തൊരു പരുവാക്കണം. നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കുഴയ്ക്കുക. ഈ ഒരു ഭാഗം യൂസ് ചെയ്ത് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കുഴയ്ക്കുക. ഏകദേശം ഒരു 10 to 15 minutes സമയം എടുക്കും കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കുഴയ്ക്കുക. ഒരു 15 മിനിറ്റോളം സമയം എടുക്കും. കുഴയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ബ്രേക്ക് ആവാണ്ട് വലിക്കുമ്പോൾ കിട്ടണം. ഇപ്പം ബ്രേക്കായി പോവാണ്, ആവശ്യത്തിന് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കുഴച്ച് ഒരു 10-15 മിനിറ്റ് കുഴയ്ക്കുമ്പോഴത്തേക്കൊരു വിൻഡോ പെയിൻ കൺസിസ്റ്റൻസി ആവും. ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെട്ടം കടക്കുന്ന പോലെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് തിന്നായിട്ട് വരട്ടാൻ പറ്റും. ആ ഒരു സ്റ്റേജ് വരെ കുഴയ്ക്കണം. അതാണ് പൊറോട്ടയുടെ മായം. അതുവരെ കുഴയ്ക്കുക. ഒരു 5 മിനിറ്റോളം നമ്മൾ കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് കയ്യിലൊട്ടാണ്ട് ഒരു പരുവാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് അടിക്കുവാണെങ്കിൽ നല്ലതാണ്, ചെറുതായിട്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ട സ്ട്രെച്ച് ചെയ്ത് നീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 15 മിനിറ്റോളം ഞാൻ കുഴച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വിൻഡോ പെയിൻ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാം. കുറച്ചെടുത്തിട്ട് ഒരു ലൈറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ജനലിൻ്റെ അടുക്കലോ എല്ലാം പിടിക്കുക. ഇതേപോലെ സ്പ്രെഡ് ചെയ്യുക. വളരെ തിന്നായിട്ട് നമുക്ക് കിട്ടും. നിങ്ങളെ കാണിക്കാനായിട്ട് മൊബൈലിൻ്റെ ലൈറ്റിൻ്റെ അടിയിൽ കാണിക്കാം.
കണ്ടോ, വെട്ട ഇതേപോലെ പാസ് ചെയ്യും നന്നായിട്ട്, അത്ര തിന്നായിട്ട് കിട്ടി. അപ്പം നമ്മുടെ മാവിൻ്റെ പരുവം കറക്റ്റായി. ഇനി നമുക്ക് ഒരു ബോളിലേക്ക് മാറ്റാം. ഇത് റെസ്റ്റ് ചെയ്യണം, എപ്പോഴും ഡോ നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം. മിനിമം 2 മണിക്കൂർ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു 4 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തതാണെങ്കിൽ നല്ല പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം. ഈ ബോളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ നെയ്യോ ബ്രഷ് ചെയ്യുക. മാവ് അതിലേക്ക് വെക്കാം. ഇനി ഇതൊരു നനഞ്ഞ തുണിയിട്ട് കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് മിനിമം ഒരു 2 മണിക്കൂർ വെക്കുക. നല്ലതായിട്ട് നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു 4 hours ഒക്കെ വെക്കുക. ഇതിപ്പോൾ ഞാനൊരു 3 മണിക്കൂർ മുമ്പ് ഓൾറെഡി കുഴച്ച് വെച്ചേക്കുന്ന ഡോ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ കണ്ടാൽ ലൂസായിട്ട് വരും. റെസ്റ്റ് ചെയ്യും തോറും മാവ് നല്ലതായിട്ട് സ്ട്രെച്ചബിൾ ആവും. പിന്നെ നമുക്കൊരു 8 പൊറോട്ടയാണ് നമുക്ക് ഈ ഒരളവിൽ കിട്ടുക. 3 കപ്പിൽ നിന്ന് കിട്ടുക. 8 ഡിവൈഡ് ചെയ്യാം. ഈ പാത്രത്തിലേക്കാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂറോളം. പാത്രത്തിൽ കുറച്ച് എണ്ണ തൂത്ത ശേഷം ഓരോ ഡോവും ഇതേപോലെ സ്മൂത്താക്കി വെക്കുക. ഇനി എല്ലാത്തിൻ്റെയും പുറത്ത് വീണ്ടും കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യാം. സൺഫ്ലവർ ഓയിലോ നെയ്യോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇവൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ കുറച്ച് വരും. സൺഫ്ലവർ ഓയിലാകുമ്പോൾ ന്യൂട്രൽ ഓയിലാണ്, പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇനി വീണ്ടും ഇത് കവർ ചെയ്ത് നന്ന തുണിയിട്ട് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്തേക്കായിരുന്നു നന്ന തുണി വെച്ച്. ഇനി ഇത് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കണം. വീശി അടിക്കുന്നതിന് പകരമാണ് നമ്മൾ ഇതേപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുന്നത്. കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. കയ്യിലും കുറച്ച് എണ്ണമയം തേച്ച ശേഷം സ്പ്രെഡ് ചെയ്തെടുക്കുക. നമുക്ക് വേണ്ടത് വളരെ തിന്നായിട്ടാണ് ഈ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എത്ര തിന്നാക്കുക അത്രയും തിന്നാക്കുക. ഇത്ര റെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിത് പരത്താൻ വളരെ എളുപ്പമാണ്. ബാക്കിയുള്ള മാവ് കവർ ചെയ്ത് തന്നെ വെക്കണം, ഡ്രൈ ആയി പോവും. അതേപോലെ നല്ല തിന്നായിട്ട് പരത്തണം. അപ്പോൾ ഒത്തിരി തിക്നെസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും. ഇതിലേക്ക് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യാം. ചെറുതായിട്ട് കീറിയൊക്കെ പോകാനുള്ളതും കുഴപ്പമില്ല. തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ എടുക്കുക. റോൾ ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡാണ് കൂടുതൽ നല്ലതായിട്ട് ലേസ് കിട്ടുക. എല്ലാം നല്ലതാണ്, ഇതിനകത്ത് ഒന്നുകൂടെ നന്നായിട്ട് ലേസ് കിട്ടും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. ടെയിൽ എൻഡ് ടക്ക് ചെയ്യുക. ഞാനൊരു 3 മെത്തേഡാണ് കാണിക്കുന്നത്. അതിലൊരു മെത്തേഡ് ഇങ്ങനെയാണ്. ഇവിടെ വെക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്യണം. വീണ്ടും കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് മാറ്റാം. അടുത്ത മെത്തേഡിന് വീണ്ടും ഇതേപോലെ
സാധാരണ നമ്മൾ ഹോട്ടലുകളിലൊക്കെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വീശി അടിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് എക്സ്പീരിയൻസോട് കൂടി അതാവത്തുള്ളൂ. ഇത് നമുക്ക് വീടുകളിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. അപ്പോൾ ഞാനിപ്പം കിച്ചൺ നമുക്ക് നിങ്ങളെ കാണിക്കാണ്ട് ഈ ഒരു സ്പേസ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 2 പൊറോട്ട 3 പൊറോട്ട ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കിച്ചൺ കൗണ്ടറിൽ വെച്ചിട്ട് ഒരുമിച്ച് പരത്താം. പരത്തിട്ട് ഇത് ഈ ഒരു മെത്തേഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈം ഒത്തിരി സേവ് ചെയ്യാം. ഇതിപ്പോൾ ഒരെണ്ണമായിട്ട് നമ്മൾ കാണിക്കുന്നത്. അടുത്ത മെത്തേഡ് വീണ്ടും ഇതുപോലെ തിന്നായിട്ട് പരത്തിയ ശേഷം വളരെ കുറച്ചായിട്ട് മൈദ ഡസ്റ്റ് ചെയ്യുക. അടുത്ത നമ്മളൊരു പ്ലീറ്റിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. അതിനായിട്ട് പ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ മടക്കി കൊടുക്കുക. വീണ്ടും ഇതേപോലെ കോയിൽ ചെയ്തെടുക്കുക, ചുറ്റിച്ചെടുക്കുക. ഇതൊരു എളുപ്പമുള്ളൊരു മെത്തേഡാണ്. ആ ടെയിലിൻ്റെ എപ്പോഴും അകത്തേക്ക് ടക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കുക. അടുത്ത മെത്തേഡ് ചെയ്യാനായിട്ട് ഇതേപോലെ തിന്നായിട്ട് തന്നെ പരത്തി ഓയിൽ ബ്രഷ് ചെയ്യുക. ഓയിൽ നന്നായിട്ട് വേണം, എന്നാലേ നമുക്ക് പൊറോട്ടയ്ക്ക് ലേസ് കിട്ടത്തുള്ളൂ. അതുപോലെ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്യുക, വളരെ കുറച്ച്. ഇതേപോലെ ഹാഫായിട്ട് കട്ട് ചെയ്യുക. ഒരറ്റത്തുനിന്ന് ഇങ്ങനെ പുള്ളി ചെയ്തെടുക്കുക. ഇതുപോലെ ചുറ്റിയെടുക്കുക. ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രോസസ്സ് ബാക്കിയുള്ള പൊറോട്ടയും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും എണ്ണ തൂത്തിട്ട് നന്ന തുണിയിട്ട് കവർ ചെയ്ത് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മൾ അരമണിക്കൂറോളം ഷേപ്പ് ചെയ്ത ശേഷം റെസ്റ്റ് ചെയ്തേക്കുമായിരുന്നു. ഇനി നമുക്ക് പരത്തിയെടുക്കണം. ഈ തവ ഹീറ്റ് ചെയ്യുവാണ്. പരത്തി അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ പരത്തി വെച്ച ഡോ വേണം ആദ്യം എടുക്കാനായിട്ട്. കൈയുടെ ഈ ഭാഗം യൂസ് ചെയ്ത് ഇതേപോലെ പരത്തിയെടുക്കുക. തവ ചൂടായി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് ഡ്രിസിൽ ചെയ്യാം. ഈ പൊറോട്ട ഇവിടെ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പൊറോട്ട റെഡിയാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ ടേൺ ചെയ്യാം. എപ്പോഴും നമുക്ക് ഈ പൊറോട്ടയുടെ ലേസ് വരുന്നത് നമ്മളൊന്ന് അടിച്ച് കഴിയുമ്പോൾ, കുക്ക് ചെയ്ത ശേഷം ഒന്ന് അടിക്കും. ആ സമയത്താണ് ലേസ് എല്ലാം നന്നായിട്ട് വിട്ടു വരിക. രണ്ട് സൈഡ് കുക്ക്ഡായി കഴിയുമ്പോൾ പ്ലേറ്റിലേക്ക് എടുക്കാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം.
നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം രണ്ട് സൈഡിലും. ഇതേപോലെ കുക്ക് ചെയ്ത് മാറ്റാം. ബാക്കിയുള്ള പൊറോട്ടാസ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒരു കുറച്ച് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ പൊറോട്ടാസ് എല്ലാം കുക്ക് ചെയ്തെടുത്തു. ഈ 4 എണ്ണം വീതം ഒന്ന് ടാപ്പ് ചെയ്യാം. ഒരുമിച്ച് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ അടിച്ചു കൊടുക്കുക. ലേസ് എല്ലാം ഇങ്ങനെ വിട്ട് 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 വരും. അതേപോലെ കിട്ടും. അതേപോലെ ഇതുകൂടെ അങ്ങനെ ചെയ്യാം. അപ്പോൾ പൊറോട്ട ഇതേപോലെ നമുക്ക് വീടുകളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇതേപോലെ നല്ല ലേസും ഒക്കെ കിട്ടി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന വെള്ളവും ഫ്ലവറിൻ്റെയും കൂടെ റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ ചേർത്തത് 3 കപ്പ് മൈദയ്ക്ക് നമ്മൾ ചേർത്തത് 1 കപ്പോളം വെള്ളമാണ്. 1 കപ്പിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ മാറ്റി ബാക്കി മൊത്തം ചേർത്തു. അത്രയും വെള്ളം വേണം. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നീഡ് ചെയ്യുമ്പോൾ ഒരു 10-15 മിനിറ്റ് സമയം എടുത്ത് തന്നെ നീഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജെല്ലിലേക്ക് വലിച്ചു നോക്കുമ്പോൾ ആ വിൻഡോ പെയിൻ കൺസിസ്റ്റൻസി കിട്ടണം. അതുവരെ നീഡ് ചെയ്യുക. ആ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.